കാണാൻ വന്നതാ. ആണോ? ആ, അയാളുടെ ഭാര്യയൊക്കെ വന്നല്ലോ. ഭാര്യയൊക്കെ വന്നോ? ആ, സത്യമായിട്ടും വന്നു. ഞാൻ എന്തിനാ നോണ പറയുന്നേ? അവരുടെ സ്നേഹമൊക്കെ ഒന്ന് കാണണം. ഇത്രയും നാള് പിരിഞ്ഞിരുന്നിട്ട് ഇപ്പൊ കണ്ടുകിട്ടിയതിന്റെ ഒരു സന്തോഷം. ഓ, എന്റെ അനു അതൊന്ന് കാണേണ്ടതായിരുന്നു. സത്യം പറഞ്ഞ അനു എന്റെ കണ്ണ് നിറഞ്ഞുപോയി. അല്ല, പിന്നെ അവർക്ക് കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ കിട്ടിക്കോട്ടെ എന്ന് ഓർത്ത് ഞാനിങ്ങോട്ട് ഇറങ്ങി പോന്നതാ. കൂടെ അവർക്ക് കുറച്ച് ഭക്ഷണവും വാങ്ങാന്ന് കരുതി. അല്ല, ധനേട്ടൻ എങ്ങനെയാ അവരെ പരിചയം എന്ന് പറഞ്ഞേ? അതെ, ഈ എന്റെ മറ്റേ വീടിന്റെ അടുത്തുള്ള ചേച്ചിയാണ് അവരുടെ ഭർത്താവ്. അല്ല, എന്റെ അടുത്തുള്ള വീട്ടിലെ ചേച്ചിയുടെ ഭർത്താവാണ് അയാള്. ഈ അയൽവക്ക സ്നേഹം എന്നൊന്നും ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. നമ്മള് മനുഷ്യരുടെ ജീവിതമൊക്കെ തീരെ ചെറുതല്ലേ. ഈ ചെറിയ ജീവിതത്തില് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ അവസരം കിട്ടിയ നമ്മൾ അങ്ങ് ചെയ്തേക്കണം. എന്താ, ശരിയല്ലേ? അതെ അതെ. അല്ല, എനിക്ക് അവരെന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. അല്ല, ഞാൻ പറയുന്ന അനുവിന് അങ്ങ് വിശ്വാസമാവാത്തത് കൊണ്ടാണോ? അയ്യോ, ഒരിക്കലും അല്ല. പിന്നെ അവരെ കാണാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് പറഞ്ഞതാ. ഓ, എങ്കിൽ ശരി. എന്നാ പിന്നെ അനു എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. അത് വേണ്ട, ധനേട്ടൻ പോയിക്കോ, ഞാൻ പോയി കണ്ടോളാം. ധനേട്ടൻ പോയിക്കോ. ഞാനും കൂടി. അയ്യോ വേണ്ടെന്നേ, ധനേട്ടൻ ചെല്ല്, പോയിക്കോ. ശരി, പോട്ടെ, ഞാൻ പോവാണേ. ശരി. ശരി. കഴിക്കാൻ കഴിക്ക്. ഇത് ഇന്ദ്രേട്ടന്റെ അച്ഛൻ തന്നെയോ? ഞാനന്ന് കണ്ട ഫോട്ടോയിലെ ആൾക്കും ഇതേ മുഖം തന്നെയാ. ആരാ? ഞാൻ പത്രത്തിലെ വാർത്ത കണ്ടിട്ട് വന്നതാ. ഓ, ആണോ? ഇതിപ്പോ കൊറേ പേരായിട്ട് വരുന്നുണ്ടല്ലോ. എത്ര നാളിങ്ങനെ വരുമോ എന്തോ. ഞാനേ ഈ ശേഖരേട്ടന്റെ ഭാര്യയാ. ഞാൻ ഇവിടെ വന്ന് ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. ശേഖരേട്ടൻ എന്നെയും മനസ്സിലായി. അതുകൊണ്ട് ഇനി ആരും അവകാശം പറഞ്ഞു വരണ്ട. അതല്ല, എനിക്ക് ഇദ്ദേഹത്തെ അറിയാം. നിങ്ങൾക്ക് എന്തറിയാന്നാ? ദാ, നോക്ക്. ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായല്ലോ. അയ്യോ ചേച്ചി, ചേച്ചി. ആളെയൊക്കെ തിരിച്ചറിഞ്ഞോ? തിരിച്ചറിഞ്ഞു ഡോക്ടർ. ഇപ്പൊ വേഗം വീട്ടിൽ പോണെന്ന് പറയുന്നേ. ഇത് സംസാരിച്ചോ? ഇല്ല, സംസാരിച്ചില്ല. തലയായിട്ട് സമ്മതിക്കുന്നുണ്ട്. അതൊക്കെ ഇനി പതുക്കെ ശരിയാക്കി എടുക്കാൻ ഡോക്ടറെ. നാട്ടിൽ ചെന്ന് പരിചയമുള്ള നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ കാണുമ്പോ തനിയെ ശരിയായിക്കോളും. രാധാമണിയുടെ കൂടെ പോകാൻ സമ്മതമാണോ? ശേഖരേട്ടന് സമ്മത. എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് കിട്ടിയാ മതി. ശേഖരനിപ്പോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല.
ഓർമ്മക്കുറവും സംസാരത്തിന്റെ പ്രശ്നങ്ങളും പതിയെ ശരിയാവുമെന്ന് പ്രതീക്ഷ